കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF-ന് കനത്ത തിരിച്ചടി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ മേയർ സ്ഥാനാർത്ഥി VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് തള്ളി. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതെന്ന് കോടതി ചോദിച്ചു. വീഴ്ച പറ്റിയോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ. കോടതി വിധിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനുവും പ്രതികരിച്ചു. VM വിനു 2020 വോട്ട് ചെയ്തിരുന്നില്ലെന്ന തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി. സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകതയില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇതോടെ VM വിനുവിന്റെ സ്ഥാനാർത്ഥി സാധ്യത DCC തള്ളി. മികച്ച സ്ഥാനാർത്ഥിയെ നാളെ അവതരിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിന്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരേൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനു പ്രതികരിച്ചു. ഇത് പുറകെ കുറെ കാലം നടന്നിട്ട് ഇത് കിട്ടിയിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോഴേ ഇതിനൊക്കെ വിഷമം ഉണ്ടാവുള്ളൂ. ഹൈക്കോടതി വിധി കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ 3 തവണ സമയം അനുവദിച്ചിരുന്നു. അത് പരിശോധിക്കേണ്ടത് സാധാരണ നിലയിൽ സാധാരണക്കാരായ വോട്ടർമാരല്ല. അത് ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസ് നിർവഹിച്ചില്ല എന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്. കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലും 2020 വോട്ട് ചെയ്തിരുന്നില്ലെന്ന കോൺഗ്രസ് വാദം തള്ളിയിരുന്നു. അതേസമയം VM വിനുവിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തതിൽ സിറ്റിംഗ് കൗൺസിലർക്ക് കോൺഗ്രസിന്റെ ശാസന. മലാപ്പറമ്പ് കൗൺസിലർ KP രാജേഷിനോട് DCC പ്രസിഡന്റ് രാജി എഴുതി വാങ്ങി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.